പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനത്തിന്റെ പരമ്പൊരുളുകൾ ചുരുളുകളായിട്ട് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട് പ്രിയമുള്ളവരെ. 2 പത്രോസിന്റെ ലേഖനത്തില് 1-ാം അധ്യായത്തിന്റെ 3-4 വചനത്തിൽ പത്രോസ് യേശുവിന് കൂടെ 3.5 വർഷക്കാലം യേശുവിന്റെ പാദത്തിലിരുന്ന് വചനം പഠിച്ച ആളായിരുന്നു പത്രോസ്. ഏറ്റവും വലിയ ബൈബിൾ കോളേജിൽ വചനം പഠിച്ച ആരാണ് എന്ന് ചോദിച്ചാൽ യേശുവിന്റെ ശിഷ്യന്മാരായ പത്രോസൊക്കെ ആയിരുന്നു. നമ്മൾ വിചാരിക്കും പത്രോസിന് ഒത്തിരി ജ്ഞാനവും ഇല്ല, അറിവില്ലാത്ത ആളല്ലേ എന്ന്. പത്രോസ് ബൈബിൾ കോളേജില് യേശുവിന്റെ വായിൽ നിന്ന് വന്ന വചനമെല്ലാം പഠിച്ച പരിജ്ഞാനത്തിലേക്ക് വന്ന ആളായിരുന്നു പത്രോസ്. ആ പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിൽ 2 പത്രോസിന്റെ 1-ാം അധ്യായത്തിന്റെ 3-4 വചനത്തിൽ പറയാം, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തിയും ജീവനും ഭക്തിക്ക് വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. കാരണം പത്രോസ് ഇത് അനുഭവിച്ചു പ്രിയമുള്ളവരെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തിയും ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തവനാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വചനം പത്രോസ് പറയുകയാണ്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിലെ മോഹങ്ങളിലെ പ്രവൃത്തികളിൽ നിന്നെല്ലാം വിട്ട് നാശത്തിന്റെ പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ ജീവിതത്തില് ഈ ലോകം മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ തീരുവാൻ തക്കവണ്ണം ദൈവം പത്രോസിന്റെ ജീവിതത്തിൽ എന്തു വലിയൊരു അത്ഭുതം ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ? ഈ വചനത്താല് കർത്താവിന്റെ പ്രവൃത്തി പത്രോസ് അനുഭവിച്ചു. യേശുവിന്റെ കൂടെ നടന്നത് വെറുതെയല്ല. സകല കാര്യങ്ങളെ കുറിച്ചും അറിവും ജ്ഞാനവും പ്രാപ്തിയും പത്രോസിന്റെ അകത്തുണ്ടായിരുന്നു. യേശുവിന്റെ കൂടെ ഈ 12 ശിഷ്യന്മാർ കൂടാതെ 70 പേരുണ്ടായിരുന്നു. അല്ലാതെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. യേശുവിന്റെ വചനം കേൾക്കുവാൻ വലിയ ഒരു കൺവെൻഷനേക്കാൾ ആളുണ്ടായിരുന്നു യേശുവിന്റെ വചനം കേൾക്കാൻ. 5000 പുരുഷാരും അതിലേറെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള വലിയ കൂട്ടായ്മയിൽ യേശു കർത്താവ് പ്രസംഗിച്ചിരുന്നു. അവിടെ യേശു വലിയ അത്ഭുതങ്ങൾ നടത്തിയിരുന്നു. യേശു വചനത്താൽ അനേകരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. യേശു പറഞ്ഞ വാക്കുകൾ. അതുകൊണ്ടാണ് ഈ വചനം കേട്ട് ചിലരൊക്കെ ഇടറിപ്പോയപ്പോൾ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ ശിമയോൻ പത്രോസ് യേശുവിനോട് ചോദിക്കുക, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? ജീവനുള്ള വചനം നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ആരുടെ പക്കലേക്കാ പോകേണ്ടത്? നിന്റെ കൂടെ അല്ലാതെ ഞങ്ങൾ ആരുടെ കൂടെ നിൽക്കും? അനേകർ വിട്ടുപോയപ്പോൾ, അനേകർ തള്ളിപ്പറഞ്ഞപ്പോൾ, അനേകർ മാറിപ്പോയപ്പോൾ മാറാതെ നിൽക്കാൻ കാരണം ഈ ജീവന്റെ വചസ്സുകളെ അറിഞ്ഞനുഭവിച്ച് കൂടെ നടന്ന പത്രോസ പറയുന്നത്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ ആ പരിജ്ഞാനത്തിൽ, ആ ദൈവകൃപയിൽ, ഈ അഭിഷേകത്തിൽ, ദൈവശക്തിയിൽ നിറഞ്ഞു ജീവിക്കാനുള്ള ഒരു ഭാഗ്യം. പ്രിയമുള്ളവരെ, നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ വിലയേറിയ ദൈവപ്രവൃത്തിയെ അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുമോ? ഏതെങ്കിലും ഒരു പദാർത്ഥത്തിലോ, ഏതെങ്കിലും ഒരു ബിംബത്തിലോ, ഏതെങ്കിലും രൂപത്തിലോ
ഏതെങ്കിലും ഭാവത്തിലോ ഒന്നുമല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. എന്നിൽ വസിക്കുന്ന ദൈവം, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം, എന്നിൽ ജീവിക്കുന്ന ദൈവം, എന്നിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന ഒരു ദൈവം, അവന്റെ പേരാ യേശു കർത്താവ്. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു, അവന്റെ ആ ശക്തി തിരിച്ചറിയുവാൻ അനേകർക്ക് കഴിയും. പ്രിയമുള്ളവർ, തളർന്നു കിടക്കുന്ന മനുഷ്യൻ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞ ആ സ്പോട്ടിൽ ഈ വചനത്താൽ, കാരണം വീര്യമുള്ള വചനമാണ്, സുഖപ്പെടുത്തുന്ന വചനമാണ്, അത്ഭുതം ചെയ്യുന്ന വചനമാണ്, ജീവിതത്തെ മാറ്റുന്ന വചനമാണ്, തഴക്കദോഷങ്ങളെ വിടിവിക്കുന്ന വചനമാണ്. ഇതാ നമ്മളെ അകത്ത് ക്രിയ ചെയ്യുന്നത്. ഈ വചനത്തോട് നമുക്ക് എത്രത്തോളം പ്രതിബദ്ധതയുണ്ടോ, ഈ വചനത്തിന് കൂടെ നമുക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ വചനം, നിങ്ങൾ കേട്ട വചനം, നിങ്ങളുടെ അകത്ത് ജീവൻ പ്രവർത്തിക്കുന്ന വചനം, നിങ്ങളുടെ അകത്ത് അത്ഭുതം ചെയ്യുന്ന വചനം, ഈ വചനത്തിന്റെ ശക്തിക്കായി ഒന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം കേട്ട ഞങ്ങളുടെ അകത്ത് നിന്റെ പ്രവൃത്തി ക്രിയ ചെയ്യട്ടെ. നിന്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് നീ ക്രിയ ചെയ്യണം. യേശു അത്ഭുതം നടത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.